ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വലിയൊരു സഹവാസം കൂട്ട് ഞങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഉള്ളൊരു കൃപ നീ തരണമേ. പരിശുദ്ധ അമ്മേ, ഔസപിതാവിനോട് കൂടെ വലിയൊരു കൂട്ടായ്മ നീ രൂപപ്പെടുത്തിയതുപോലെ തന്നെ ഈശോയുടെ കൂടെ അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തിയതുപോലെ തന്നെ ഞങ്ങൾക്കും തക്കതായ സമയത്ത് വേണ്ട കൂട്ടാളികളെ ചേർത്ത് തരാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോണമേ. ആമേ. ഉൽപ്പത്തി 2:18 വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ശരിക്കും ദൈവപിതാവ് സൃഷ്ടികർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു 7-ാം ദിവസം ഇരുന്ന് വിശ്രമിച്ചെന്നാണ് പറയുന്നത്. ശരിക്കും അത് വിശ്രമം അല്ലായിരുന്നു, ഒരു അനാലിസിസ് ആയിരുന്നു. ഈ 7 ദിവസങ്ങളിലെ സൃഷ്ടികർമ്മങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ദൈവം കണ്ടെത്തുകയാണ്. ശരിക്കും മനുഷ്യനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചു. അവൻ അതിന് പേരൊക്കെ ഇട്ടു. മൃഗങ്ങൾക്കെല്ലാം പേര് കൊടുത്തു, മരങ്ങൾക്കൊക്കെ പേര് കൊടുത്തു, പക്ഷികൾക്കൊക്കെ പേര് കൊടുത്തു, നദികൾക്ക് സമുദ്രങ്ങൾക്കെല്ലാം അവൻ പേര് കൊടുത്തു. പക്ഷേ ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരാത്തൊരു നൊമ്പരം എവിടെയോ ബാക്കി നിൽക്കുന്നു. അവനൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല ഒന്നിലും. അവൻ നോക്കിയപ്പോഴത്തേക്ക് സകലതിനും ഒരു കൂട്ടുണ്ട്, ഇവൻ മാത്രം ഒറ്റയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, അവൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയും, ഒറ്റപ്പെടൽ എന്നൊക്കെ പറയും. ഒറ്റപ്പെടൽ ശരിക്കും അത് ദൈവം കണ്ടെത്തുകയാണ്. അവൻ്റെ ചങ്കിനകത്തെ ഒരു ഭയങ്കര ഒരു വിങ്ങൽ, എനിക്ക് ആരുമില്ല എന്നൊരവസ്ഥ. ശരിക്കും എന്നെയും നിങ്ങളെയും ആ ഒരു ആദത്തിൻ്റെ സ്ഥാനത്ത് നിർത്തിയൊന്ന് നോക്കിയേ. നമ്മളും പലപ്പോഴും അല്ലേ, നമുക്ക് ജീവിത പങ്കാളിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എന്നാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ബാക്കി നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ആ ഒരു വല്ലാത്ത ഒരു നൊമ്പരത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവപിതാവും ഈ ഒരു നൊമ്പരം കണ്ടുപിടിക്കുകയാണ്. ഞാൻ സൃഷ്ടിച്ച എൻ്റെ പൊന്നു മകൻ ആദം, അവൻ ഒറ്റയ്ക്കാണ്. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. എന്ന് വെച്ചാൽ അവന് ചേർന്ന ഒരു കൂട്ട് ഞാൻ കൊടുക്കും. അല്ലേ, ദൈവം എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ. ഔവയെ സൃഷ്ടിച്ച് അവൻ്റെ കൂട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ദൈവവും കൂടി വന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഒരു കൂട്ട് സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ബൈബിളിലുടനീളം ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള കഥകൾ നമ്മൾ ചേർത്ത് ഇണക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ദൈവം മനുഷ്യനുമായിട്ട് ഒരു അനന്തമായ ഒരു കൂട്ടുകെട്ട് സ്ഥാപിക്കുന്നു. മനുഷ്യൻ പയ്യെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ കൂട്ടുകെട്ടിൽ ഒരു ബ്രേക്കേജ് ആവുന്നു, ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു. വീണ്ടും ദൈവം ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടാണ് ഈ ബൈബിൾ മുഴുവൻ. കാരണം ആദവും ഔവയും പാപം ചെയ്യുന്നതോടുകൂടി, അനുസരണക്കേട് കാണിക്കുന്നതോടുകൂടി ആ ദൈവവുമായിട്ടുള്ള കൂട്ടുകെട്ട് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. വീണ്ടും ആ കൂട്ടുകെട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവം എടുക്കുന്ന നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ദൈവം എടുത്തു വരുന്ന എഫേർട്സ്. നോഹയുടെ കാലഘട്ടത്തിൽ, അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ, മോശയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെയൊക്കെ ദൈവം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാലകാലങ്ങളായി നോക്കുന്നു. അവസാനം അവൻ്റെ പുത്രനെ തന്നെ അവൻ ഭൂമിയിലേക്ക് വിടുന്നു. അവനെ യാഗമായി കൊടുത്തുപോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് കൂട്ടിയിണക്കാനായിട്ട് ദൈവത്തിൻ്റെ ശ്രമമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ദ ക്രോസ് ഈസ് ദ മോസ്റ്റ് ഹീറോയിക് ആക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണേൽ പറയാം. ഹിസ്റ്ററി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഹീറോയിക് ആക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരിശാണ്, കുരിശുമരണമാണ്. അതിലൂടെ അവൻ ആ ഒരു അറ്റുപോയ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വീണ്ടെടുക്കുന്നു. ശരിക്കും ദൈവം
നമ്മളിലും ആ ഒരു ഉത്തരവാദിത്തം ഫലമേൽപ്പിക്കുന്നുണ്ട്. ദൈവപിതാവ് അന്ന് ചെയ്ത ഒരു കർമ്മം നമ്മളിലൂടെ ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ദൈവപിതാവ് അന്ന് ചെയ്തതാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് ഔവയെ കൂട്ടിച്ചേർത്തു. നമ്മളെയും ദൈവം വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ആ വിട്ടുപോയ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ദൈവം പുനഃസ്ഥാപിച്ചതുപോലെ എനിക്കും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു കൂട്ടുപോവുക, ഒരു കൂട്ടുകൂടുക. കാരണം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയുമായിട്ട് ശക്തമായ ഒരു കൂട്ടായ്മ, ഒരു കൂട്ട് രൂപപ്പെടുത്തിയെടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന മക്കളുമായിട്ട് ശക്തമായ ഒരു ബന്ധം, ഒരു ശക്തിക്കോ വ്യക്തിക്കോ അറുത്ത് മുറിച്ച് മാറ്റാൻ ആവാത്ത വണ്ണം ഒരു ശക്തമായ ഒരു ബന്ധം അവരുമായി സ്ഥാപിച്ചെടുക്കാനായിട്ട് ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ നൊമ്പരം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ദ ലോൺലിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻ ഇൻ മൈ ലൈഫ്. ആരും മനസ്സിലാക്കാത്ത ഒരവസ്ഥയുണ്ട്. ആരും മനസ്സിലാക്കില്ല. ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടക്കും. ആ ഒരു പെയിനാണ് ഏറ്റവും വലിയ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില യാത്രകളൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ചെന്ന് ഇരിക്കുന്ന ഒരു മടിത്തട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട. ഒരുപക്ഷെ ഈശോ അതിനുവേണ്ടി ആവാം കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ തന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്. കാരണം യോഹന്നാൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം താൻ സ്നേഹിച്ചിരുന്ന ഏറ്റവും വലിയ ശിഷ്യൻ എന്നാണ് പറയുന്നത്. കാരണം യേശുവിനെ അത്രമാത്രം സ്നേഹിച്ച് അവൻ്റെ ചങ്കത്ത് ചാരിക്കിടന്ന ഒരു ശിഷ്യൻ അവൻ്റെ സകല പിടിയും വിട്ടുപോവാണ്. കാരണം എൻ്റെ ദൈവം അല്ലേ, സ്നേഹം ആണ് കർത്താവ്, എൻ്റെ പൊന്ന് കർത്താവാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചങ്കിനകത്ത് അങ്ങോട്ട് അതുപോലെ കണ്ട ഒരു വ്യക്തി ഇതേ കുരിശിൽ മരിക്കുന്നു. യോഹന്നാൻ ശരിക്കും അങ്ങ് അന്നത്തെ ഒരു ആദത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് യോഹന്നാൻ നിൽക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് വിട്ടുപോവോ, സകല പ്രതീക്ഷകളും അറ്റുപോവോ, ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെടുവോ. ആ സമയത്താണ് യേശു പറയുന്നത്, മകനെ ഇതാ നിൻ്റെ അമ്മ. ഒരു കൂട്ട് കൊടുക്കുക. കാരണം ആ ഒരു അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സ്വന്തം അമ്മ മനസ്സിലാക്കാത്ത പല നൊമ്പരങ്ങളും വേദനകളും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് പരിശുദ്ധ മറിയം. ഈ ലോകത്ത് ഒരു വ്യക്തി പോലും മനസ്സിലാക്കാത്ത പല വേദനകളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ. കാരണം അവൾ ആ വേദനകളൊക്കെ ചങ്കത്തേറ്റി നടന്നവളാണ്, ജീവിച്ചവളാണ്. വേശ്യ എന്ന ഒരു മുദ്ര പോലും ചാർത്തപ്പെട്ടവളാണ്, അവഗണിക്കപ്പെട്ടവളാണ്. ഒരു ഉപേക്ഷയുടെ വക്കിൽ നിന്നവളാണ്. പരമദാരിദ്ര്യത്തിൽ കഴിഞ്ഞവളാണ്. പരദേശിയായിട്ട് പോയവളാണ്. ഒറ്റപ്പെട്ട് ജീവിച്ചവളാണ്. പരാതി കൂടാതെ സകലതും സഹിച്ചവളാണ്. ഒരു കുടുംബത്തിൽ എന്തൊക്കെ വേദനകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമോ ആ സകല വേദനകളും ഏറ്റെടുത്ത ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അവൾക്ക് വേദനകളൊക്കെ മനസ്സിലാവുകയെ, നമ്മുടെ ഒറ്റപ്പെടലൊക്കെ അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയെ, നമ്മുടെ ചങ്കിൻ്റെ ചില വിങ്ങലുകളൊക്കെ അവൾക്ക് മനസ്സിലാവുകയെ. അവൾ പലപ്പോഴും ഈ ചങ്കോടൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പയ്യെ കണ്ണിലേക്കൊക്കെ നോക്കിയിട്ട് പറയും, കരയണ്ടടാ, എൻ്റെ കുഞ്ഞും ഇങ്ങനെയായിരുന്നു, അവനും ഒറ്റയ്ക്കായിരുന്നു അല്ലേ, യേശു തമ്പുരാനും ഒറ്റയ്ക്കായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കർത്താവിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയവർ, ജീവിതം മാറ്റിവെച്ചവർ, അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരൊക്കെ ഒറ്റയ്ക്കാണ്. ആരും കാണത്തില്ല അവരുടെ കൂടെ. അവരൊരു സഹനത്തിൻ്റെ പീരീഡിലൊക്കെ അവർ ഒറ്റയ്ക്കാണ്.
കാരണം അവരുടെ ജീവിതത്തിൽ ഈ ഗെത്സമൻ തോട്ടം ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കർത്താവിനോട് ചോദിക്കും, പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്നെടുത്ത് മാറ്റുമോ? പക്ഷേ അവിടെയും സൈലൻ്റാണ് ദൈവം അല്ലേ. ദ ഗ്രേറ്റ് സൈലൻസ് ഓഫ് ദ ഗ്രേറ്റ് ഫാദർ എന്നൊക്കെ പറയും. കാരണം ആ ഒരു സൈലൻസാണ് കർത്താവിനെ കുരിശ് വഹിക്കാൻ പ്രേരിപ്പിച്ചത്. വല്ലാത്തൊരു ആത്മധൈര്യം കൊണ്ട് നിറയ്ക്കുന്നത് ആ ഒരു സൈലൻസാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ സൈലൻ്റ് ആവുന്ന മൊമെൻ്റ് ഉണ്ടാവും. കാരണം സകലരും നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ പല കഴിവുകളും പുറത്തോട്ട് ചാടുന്നത്. ആ ഒരു ജീവിത സാഹചര്യത്തെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് അപ്പുറം കടക്കുന്നത്. ആ കടക്കുന്ന വഴിയിൽ നമുക്ക് ഏറ്റവും കൂട്ടായിട്ട് ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അവളാണ് ഏറ്റവും വലിയ കൂട്ടെന്ന് പറയുന്നത്. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് അത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ചമ്മട്ടി അടിച്ച് കർത്താവ് അങ്ങ് തളർന്ന് വീണ് കഴിയുമ്പോൾ ഇനിയൊരു അടി ഏൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ മുഖമാണ് കാണുന്നത്. ഉടനെ എവിടുന്ന് അറിയില്ല, ഒരു വല്ലാത്തൊരു എനർജി കർത്താവിനെ പിടിച്ച് പൊക്കി എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. യേശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞതുപോലെ, അടിച്ചവർക്ക് ഞാൻ എൻ്റെ പുറം കാട്ടിക്കൊടുക്കും, താടിമീശ പറിച്ചവന് ഞാൻ എൻ്റെ മുഖം കാട്ടിക്കൊടുക്കും. അടിച്ചവർക്ക് നേരെ അവൻ പുറം തിരിഞ്ഞില്ല. പിന്നെ പുറം തിരിയാതിരുന്നത് പരിശുദ്ധ അമ്മയുടെ മുഖം കണ്ടിട്ടാ. തന്നെ കഴിഞ്ഞും ഭാരമുള്ള കുരിശ് വഹിച്ച് അവൻ ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുമ്പോൾ 3 ഇരട്ടി ഭാരമുള്ള കുരിശുമായിട്ട് അവൻ നിലത്തടിച്ച് വീഴുമ്പോൾ അവൻ്റെ തലയിലെ മുൾമുടിയിലേക്ക് ആ കുരിശടിച്ച് വീഴുമ്പോൾ അവൻ്റെ നാക്കും വായൊക്കെ പൊട്ടി ചോര വാർന്ന് ഇനി എണീക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ മുഖം. അവൻ വീണ്ടും എണീക്കുക. അതുപോലെ ഒരു കൂട്ട് തന്നു നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂട്ട്. അതുപോലെ തന്നെ അവൻ കുരിശിൽ കിടന്ന് പിടയുമ്പോൾ അവസാനത്തുള്ള രക്തവും വെള്ളവും പോലും ചിന്തുമ്പോൾ അവൻ്റെ ചങ്കത്ത് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെടുമ്പം പോലും അത് കണ്ടു നിൽക്കുന്ന ഒരു അമ്മയെ അവൻ കാണുന്നത്. അത് സഹിക്കാനുള്ള ഒരു കരുത്ത് തരുന്ന ഒരമ്മ, കൂട്ടിന് വരുന്ന ഒരമ്മ, കൂട്ടുകൂടുന്ന ഒരമ്മ. ആ അമ്മയ്ക്കറിയാം ഒരു വ്യക്തിയെ എങ്ങനെയാണ് മോൾഡ് ചെയ്യേണ്ടതെന്ന്. ശരിക്കും ഞാൻ ഈ വൈദികരുമായിട്ടൊക്കെ പേഴ്സണലി സംസാരിക്കാറുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മമാരുമായിട്ട് അവർ ഭയങ്കര കൂട്ടായിരിക്കും. ഈ അമ്മ മരിക്കുമ്പോഴേ യഥാർത്ഥത്തിലൊരു വൈദികൻ ഒറ്റപ്പെടുവാണേ. അങ്ങനെയുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയാണ് അവരെ താങ്ങി നിർത്തുന്നത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം പരിശുദ്ധ അമ്മയുമായിട്ട് അതുപോലെ കൂട്ടായിരുന്നു. കാരണം ആ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൊക്കെ ആ യോഹന്നാന് കിട്ടിയ അതേ സ്നേഹമാണ് വിശുദ്ധ അന്തോണീസ് അന്ന് അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഉണ്ണീശോ എനിക്ക് കളിക്കണമെന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മ കൊണ്ട് ഉണ്ണിക്കുട്ടനെയൊക്കെ കയ്യിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ഫോട്ടോയിലൊക്കെ നമുക്ക് കാണാം ഉണ്ണിയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു ബന്ധമായിരുന്നു. മരിയ വിയാനിയുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ അമ്മയുമായിട്ട് അതുപോലെ ഒരു ബന്ധമായിരുന്നു. അപ്പസ്തോലന്മാരുടെയൊക്കെ ജീവിതത്തിൽ അതുപോലൊരു ബന്ധമായിരുന്നു. ആദ്യത്തെ പ്രത്യക്ഷീകരണം സഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലും യാക്കോബ് സ്ലീഹയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. ദ ലേഡി ഓഫ് ടവർ എന്നാണ് പറയുന്നത്. യാക്കോബ് സ്ലീഹ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് മടുത്ത് നിൽക്കുമ്പോൾ അത് ഭയങ്കര ഒരു പാഷണ്ഡതയുടെ നടുക്കാണ് യാക്കോബ് സ്ലീഹ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുക. അന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ അമ്മ പ്രത്യക്ഷപ്പെടുവാണ് യാക്കോബ് സ്ലീഹയ്ക്ക്. ഒരു ടവറിൻ്റെ പുറത്ത് ഉണ്ണിയുമായിട്ടിരിക്കുന്ന മാതാവ്, ദ ലേഡി ഓഫ് പില്ലർ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു കൂട്ട് കർത്താവ് നമുക്ക് തന്നിട്ട് പോയി. കാരണം എന്നിട്ട് ഈശോ പറയാണ്, നീ ഇനി ഒറ്റയ്ക്കല്ല. കാരണം അന്ന് അനുഭവിച്ച ഒരു വേദന, ഉൽപ്പത്തിയിൽ മനുഷ്യൻ അനുഭവിച്ച ആ ഒരു ഗ്രേറ്റസ്റ്റ് പെയിൻ, ഏകനാണ്, ഒറ്റയാണ്, എനിക്കാരുമില്ല. ആ ഒരു പെയിനെ മറികടക്കാൻ വേണ്ടി കുരിശിൻ്റെ ചോട്ടി വെച്ചിട്ട് അവൻ തരുന്നു അവൻ്റെ അമ്മയെ. അതോടുകൂടി യോഹന്നാൻ അങ്ങോട്ട് ശക്തിപ്പെടും, ശിഷ്യന്മാർ ശക്തിപ്പെടുന്നു.
പതുക്കെ പതുക്കെ ആ അമ്മയെ കൂട്ടുപിടിക്കുന്ന ഒരാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ അമ്മയെ കൂട്ടുപിടിക്കുന്ന ഒരാൾക്ക്, ആ അമ്മയുടെ കൂട്ട് അനുഭവിച്ച ഒരാൾക്ക്, ആ അമ്മയുടെ കൂട്ട് തെറ്റിക്കാതെ കൊണ്ടുപോകുന്ന ഒരാൾ, ആളിൽ നിന്ന് ഒരു സംഭവം കൂടി പുറത്തോട്ട് വരും. അയാൾ അനേകർക്ക് കൂട്ടുപോകും. ഒത്തിരി ജീവിതങ്ങളെ അയാൾ ചേർത്ത് പിടിക്കും. ഒറ്റപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ അയാൾ ചേർത്ത് പിടിക്കും. അങ്ങനെ കൂട്ടുപോകുന്ന ഒരാൾക്ക് പല 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 ക്വാളിറ്റികളുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ ഒരു ഇൻറ്റൻഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അയാളുടെ ഇൻറ്റൻഷനും പരിശുദ്ധ അമ്മയുടെ ഇൻറ്റൻഷനുമായിട്ട് മാച്ച് ചെയ്യപ്പെടും. പരിശുദ്ധ അമ്മയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മൾ കാനായിലെ കല്യാണ നാളെ കാണുന്നുണ്ട്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ. കാരണം ഈശോയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. ഈശോയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ആ അമ്മയെ നമ്മൾ ചേർത്ത് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആർക്കൊക്കെയാണോ ആശ്വാസമായി മാറുന്നത് അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈശോയെ തേടാനുള്ള, ഈശോയിലേക്ക് എത്തിപ്പെടാനുള്ള കുറേ വിത്തുകൾ നമ്മൾ അവരുടെ ഉള്ളിൽ വിതറപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മളവരെ ചേർത്ത് പിടിക്കുന്നത്. ദാറ്റ് ഇൻറ്റൻഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ആ ജീവിത വിജയം നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് അവരെ അങ്ങ് ചേർത്ത് പിടിക്കും. ഒരു അസൂയയും അതിനകത്ത് നമുക്കുണ്ടാവില്ല. ഒരു അസൂയയുടെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടാകത്തില്ല. പിന്നെ ചില ജീവിതങ്ങൾക്ക് നമ്മൾ തണലായി മാറും. കാരണം ഒരു ആശ്രയവും ഇനി ആരോടും പങ്കുവയ്ക്കാനില്ലാത്ത ചില വിഷമങ്ങളൊക്കെ പലരും പറയാറുണ്ട്, എന്നെ കേൾക്കാൻ ആരുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന ജീവിതങ്ങളെ വെറുതെ ഇരുന്നൊന്ന് കേട്ടാൽ മതി. അവർ ഫ്രീ ആവും. വെറുതെ ഇരുന്ന് കേട്ടാൽ മതി. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും വൈഫിനാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ചുമ്മാ ഇരുന്ന് കേട്ടാൽ മതി. വൈകിട്ട് കഴിക്കാൻ നേരത്തൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കേൾക്കും. ഇനി ഏതെങ്കിലും ട്രാവലിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഞാനൊക്കെ ചുമ്മാ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ചുമ്മാ വൈഫോട് കുറേ നേരം അങ്ങ് സംസാരിക്കും. ഒരുപക്ഷെ നമുക്ക് അടുത്തിരുന്ന് സംസാരിക്കാനുള്ളൊരു വേദി ഒക്കെ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ. ജീവിതത്തിൻ്റെ ഓട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ചുമ്മാ ഇരുന്ന് സംസാരിക്കും. പറയേണ്ടതെല്ലാം ഇങ്ങനെ ഇരുന്ന് കേൾക്കും. കേട്ട് കഴിയുമ്പോൾ ആൾ ഫ്രീ ആണ്. അപ്പോൾ ഒരു തണലാകുക, ഒന്ന് ചേർത്ത് പിടിക്കുക. അത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച ആൾ പിടിക്കും. അതങ്ങനെ ചെയ്യും. കാരണം ഒരു അപ്രമാണിക ലേഖനത്തിലൊക്കെ ഇങ്ങനെ വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പാപിനിയായ സ്ത്രീയെ ആ മരണത്തിൻ്റെ വക്കിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് അവളെ പരിശുദ്ധ അമ്മയുടെ അടുക്കലാണ് പറഞ്ഞു വിടുന്നത്. പരിശുദ്ധ അമ്മയാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കാരണം ഇനി ഒരു പാപത്തിൽ വീണ് പോവാതെ അവളെ കാത്ത് സംരക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുപോലെ തന്നെ നമുക്കും ചില വീഴ്ചകളൊക്കെ വരുമ്പോൾ കുമ്പസാരത്തിലൊക്കെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ആ വീഴ്ചയിൽ നമുക്ക് വീഴാതെ നമ്മളെ താങ്ങുന്ന പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച്, ജപമാല മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതിൽ വീഴാതിരിക്കാനുള്ള വലിയൊരു കൃപയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവരുമായിട്ട്, അതായത് നമ്മുടെ അടുത്ത് വരുന്ന ആളുമായിട്ട് അല്ലെ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മളൊരു സംവാദിക്കും. അത് സംവാദിക്കുക പറഞ്ഞാൽ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എഡിഫൈങ് കോൺവെർസേഷൻസ് എന്നൊക്കെ പറയും. അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംവാദങ്ങളായിരിക്കും നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടുകൂടി അവരുടെ ജീവിതത്തെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരും. ഇതാണ് ഈ സഹിയോൻ ഊട്ടുശാലയിലൊക്കെ സംഭവിച്ചത്. 10 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വായിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങൾ അവരെ അങ്ങോട്ട് എനർജൈസ് ചെയ്യിപ്പിച്ച് ആ പീക്കിലെത്തിയ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസവും ഒരു അഗ്നിയുടെ നാവുകൾ ഇറങ്ങുന്നതൊക്കെ കാണുന്നത്. അതോടുകൂടി അവരുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ഉള്ളിലെ കഴിവ് എന്താണോ അത് നമ്മൾ പയ്യെ മനസ്സിലാക്കി അതിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എനർജൈസ് ചെയ്ത് അതിനെ നമ്മൾ പുറത്തെടുത്തിട്ട് അതനുസരിച്ച് അവരെ ഇങ്ങനെ റൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയായിരുന്നു. അത് പയ്യെ നമ്മളിലൂടെ ചെയ്യും. എന്നിട്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജെൻറ്റിലായിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. ശിക്ഷിക്കാതെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്യും.
കാരണം പകരം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം നമ്മൾ. അല്ലാതെ അത് തെറ്റാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അത് ചെയ്ത് വന്നയാൾക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് പയ്യെ ഒരു ജെൻറ്റിൽ കറക്ഷൻസ്. എനിക്കൊക്കെ ദൈവം അനുഗ്രഹിച്ചത്, എനിക്ക് അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ജെൻറ്റിലായിട്ട് കറക്റ്റ് ചെയ്യുന്നു. ഈവൻ എൻ്റെ കമ്പനിയുടെ ഓണർ പോലും ജെൻറ്റിലായിട്ട് കറക്റ്റ് ചെയ്യും. ഒരു വിഷയം വരുമ്പോഴത്തേക്ക്, എടാ നിന്നിൽ നിന്ന് അത് വരരുത് കേട്ടോ, അതിന് കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അതുകൊണ്ട് അതിന് വരാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളോ നിന്നിൽ നിന്ന് വരാവുള്ളൂ. കാരണം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തരുക നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മനസ്സ് വരും. അതനുസരിച്ച് പയ്യെ ഒരു മാറ്റം വരുത്തി ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ജെൻറ്റിൽ കറക്ഷൻസ് നമ്മളും കൊടുത്തു തുടങ്ങണം നമ്മുടെ കൂടെ ഉള്ളവർക്ക്, ജീവിത പങ്കാളിക്ക്, കുഞ്ഞുങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, അതുപോലെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്കൊക്കെ ഒരു ജെൻറ്റിൽ കറക്ഷൻസ്. അത് ഒരിക്കലും ഒരു മുറിപ്പെടുത്തരുത്. ഓക്കെ, അത് വലിയ എന്തോ അപരാധം ചെയ്തു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുറ്റബോധം അവരെ വീശുവേ, അവരെ വിഴുങ്ങിക്കളയും. അപ്പോൾ അതുപോലും ഉള്ളിലെത്തിക്കാത്ത രീതിക്ക് അവനെ കണ്ടവർ പ്രകാശിതരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശത്തിൻ്റെ ചൈതന്യം അവർക്ക് കൊടുത്താൽ മതി, സകല അന്ധകാരങ്ങൾ നീങ്ങപ്പെടും. അന്ധകാരത്തെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കർത്താവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പോരെ. അങ്ങനെ നമുക്ക് അവരെ ഒന്ന് താങ്ങി, അവർക്കൊരു കൂട്ടുപോയി അവരെ ഒന്ന് താങ്ങി എടുത്ത് കൊണ്ടുവരേണ്ട ഒരു കടമ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ടൈം ടുഗദർ, ഒരു സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. അത് നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ടൈം അവർക്ക് വേണ്ടി കൊടുക്കുക. ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സമയം ജീവിത പങ്കാളിക്ക് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കുക. അതുകൊണ്ട് ഈശോ പറയുന്നത്, നിൻ്റെ കൂടെ 1 മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നീ 2 മൈൽ പോകാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് 20 മിനിറ്റ് കൊടുക്കുക. ഒരു ജീവിതകാലം മുഴുവൻ ഒരു അമ്മയുടെ സമയം കൊടുക്കാൻ വേണ്ടിയാണ് കുരിശിൻ്റെ ചോട്ടി വെച്ചിട്ട് മോനെ പിടിച്ചേൽപ്പിച്ചത്. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ശിഷ്ടകാലം മുഴുവൻ അവളുടെ സമയം അവന് വേണ്ടി കൊടുക്കുക. ഒരു ടൈമാണ് അത്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒത്തിരി കേൾക്കാനായിട്ട് പറ്റും, അല്ലേ? നമുക്കൊക്കെ കേൾപ്പിക്കാനല്ലേ അറിയത്തുള്ളൂ, കേൾക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാണ്. പക്ഷേ നമ്മളവരെ കേട്ടെങ്കിൽ മാത്രമേ, അതിനുള്ളൊരു സമയം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ എന്താണ് അതിനൊരു പരിഹാരം എന്ന് പറയുന്ന സാധനം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു ജീവിതത്തെ പയ്യെ പടുത്തുയർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ദൈവം അന്ന് ചെയ്ത കാര്യം, അതായത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, ഔവയെ കൂട്ടിച്ചേർത്ത പോലെ തന്നെ നമുക്കും ദൈവം ഒരു ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളും പല ജീവിതങ്ങൾക്കും കൂട്ടുപോവുക. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സ്ഥാപിച്ചെടുക്കുക. അതിൻ്റെ ഇൻറ്റൻഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചാലും നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ആ ഒരു വ്യക്തിയെ, ആ ഒരു ആത്മാവിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിലെത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഒരു ദിവസം ജീവിക്കുന്നു. ആ ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഒരു തിരുനാളം കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു ബന്ധം അവരുമായിട്ട് നമുക്ക് തുടർന്ന് പോയേ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ. പരിശുദ്ധ അമ്മയെ കുരിശിൽ കർത്താവ് തന്നു വലിയൊരു കൂട്ടിനായിട്ട്. ആ അമ്മയുടെ കൂട്ടുപിടിച്ച് അനേക ജീവിതങ്ങൾക്ക് ഒരു കൂട്ടുപോകാൻ കർത്താവെ നീ ഒരു കൃപ തരണമേ. പരിശുദ്ധ അമ്മേ, നീ അതിന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.